ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് നടന്നു. 6-10 വരെയുള്ള കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 67.27% പോളിംഗ്. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. വിജയപ്രതീക്ഷ പങ്കുവച്ച് പ്രമുഖ നേതാക്കൾ. ഇന്ന് വോട്ടെടുപ്പ് നടന്നത് കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലെയും 88 മണ്ഡലങ്ങളിൽ. കർണാടകയിൽ 5 മണി വരെ രേഖപ്പെടുത്തിയത് 63.9% പോളിംഗ്. അഞ്ചാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് നടന്നു. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വൈകുന്നേരം 6-10 വരെയുള്ള കണക്കുകൾ പ്രകാരം 67.27% വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. വോട്ടെടുപ്പ് സമയം 6 മണിക്ക് അവസാനിച്ചെങ്കിലും പല ബൂത്തുകളിലും ക്യൂ തുടരുകയാണ്. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. ചിലയിടങ്ങളിൽ യന്ത്രങ്ങളുടെ തകരാർ മൂലം വോട്ടെടുപ്പ് അല്പസമയത്തേക്ക് തടസ്സപ്പെട്ടെങ്കിലും ഇവ വേഗത്തിൽ പരിഹരിക്കാൻ. കണ്ണൂരിലാണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത്. വോട്ടിംഗ് ഏറ്റവും കുറവ് പത്തനംതിട്ടയിലാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ 64.40% പേരും ആറ്റിങ്ങലിൽ 67.62% പേരും 6-10 വരെയുള്ള കണക്കുകൾ പ്രകാരം വോട്ട് രേഖപ്പെടുത്തി. കൊല്ലത്ത് 65.33, പത്തനംതിട്ടയിൽ 62.08, മാവേലിക്കരയിൽ 64.27, ആലപ്പുഴയിൽ 70.9 എന്നിങ്ങനെ ശതമാനമാണ് പോളിംഗ് നിരക്ക്. കോട്ടയത്ത് 64.14% വോട്ടർമാരും ഇടുക്കിയിൽ 64.57% പേരും വോട്ട് ചെയ്തു. എറണാകുളത്ത് 65.53%, ചാലക്കുടിയിൽ 69.05, തൃശൂരിൽ 68.51 വോട്ടിംഗ് നിരക്ക്. മലപ്പുറത്ത് 67.12, പൊന്നാനിയിൽ 63.39, പാലക്കാട് 69.45, ആലത്തൂരിൽ 68.89% പേർ വോട്ട് ചെയ്യാനെത്തി. കോഴിക്കോട് 68.86%, വടകരയിൽ 69.04, കണ്ണൂരിൽ 71.54 പോളിംഗ് നിരക്ക്. വയനാട്ടിൽ 69.69% വോട്ടർമാരും കാസർഗോഡ് 70.37% പേരും 6-10 വരെയുള്ള കണക്ക് പ്രകാരം വോട്ട് രേഖപ്പെടുത്തി. തലസ്ഥാന ജില്ലയിലെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ അതിശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത്. 2 കേന്ദ്രമന്ത്രിമാരും സിറ്റിംഗ് എംപിമാരും ഒരു MLAയും ജനവിധി തേടിയ മണ്ഡലങ്ങളിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. രജു, തലസ്ഥാന ജില്ലയിലെ വോട്ടിംഗ് ചിത്രങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാനാവുന്നത്? തീരപ്രദേശങ്ങളിലും നഗരമേഖലയിലും എങ്ങനെയായിരുന്നു ജനങ്ങളുടെ പ്രതികരണം? ബിന്ദു, തിരുവനന്തപുരം ജില്ലയിൽ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ 2019 അപേക്ഷിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിലും ആറ്റിങ്ങൽ മണ്ഡലത്തിലും ഇത്തവണ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടാകും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ചില അനിഷ്ട സംഭവങ്ങൾ ഒഴിച്ചാൽ ജില്ലയിലെ 2 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. 3 ഇടങ്ങളിൽ രാവിലെ വോട്ടിംഗ് മെഷീനുകൾ തകരാറിലായി. നെടുമങ്ങാട് പനവൂർ LPSലും നെയ്യാറ്റിങ്കര ആറാലുമൂട്ടിലും മൺവിള കാട്ടിൽ സ്കൂളിലുമാണ് വോട്ടിംഗ് മെഷീൻ തകരാറിലായത്. പിന്നീട് ഇവ പരിഹരിച്ചു. ആറ്റിങ്ങൽ അയിലത്തും നെടുമങ്ങാട് കരിപ്പൂരും ചെറിയ രീതിയിൽ വാക്കേറ്റവും സംഘർഷവുമുണ്ടായി. പോളിംഗ് തടസ്സപ്പെട്ട ചില ബൂത്തുകളിൽ വോട്ടെടുപ്പ് അധിക സമയത്തേക്ക് നീണ്ടു. ഒരേ നമ്പറിൽ 2 തിരിച്ചറിയൽ കാർഡ് കണ്ടെത്തിയതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിന് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല. ജില്ലയിലെ തീരദേശ മേഖലകളായ വിഴിഞ്ഞം, കോവളം, അഞ്ചുതെങ്ങ് തുടങ്ങി വിവിധയിടങ്ങളിൽ കനത്ത പോളിംഗാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. നന്ദി രജു, നന്ദി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സംസ്ഥാനത്തെ പോളിംഗ് ശതമാനത്തിൽ ശുഭപ്രതീക്ഷയാണ് 3 മുന്നണികളും പങ്കുവയ്ക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രമുഖ നേതാക്കൾ വിജയപ്രതീക്ഷ പങ്കുവച്ചു. LDFന് ചരിത്ര വിജയം ലഭിക്കുമെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. രാഷ്ട്രീയ പ്രബുദ്ധതയോടെയാണ് കേരളം വോട്ട് ചെയ്യുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളും UDF നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. കേരളത്തിൽ UDF തരംഗമാണെന്നും മുന്നണി ഇത്തവണ എല്ലാ സീറ്റുകളും നേടുമെന്നും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ഇതാദ്യമായി വികസനത്തിന് വേണ്ടി വോട്ട് ചെയ്യുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പ്രതികരിച്ചു. ദേശീയ നേതാക്കളെ അണിനിരത്തി ആവേശകരമായ പ്രചാരണമാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ ഇത്തവണ നടന്നത്. സിറ്റിംഗ് MP ആന്റോ ആന്റണിയും മുൻമന്ത്രി തോമസ് ഐസക്കും NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും ജനവിധി തേടിയ മണ്ഡലത്തിൽ വോട്ടിംഗ് നിരക്ക് രാവിലെ മുതൽ തന്നെ മികച്ച രീതിയിലായിരുന്നു. ജില്ലയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീജി S ശ്രീധർ ചേരുന്നു. ശ്രീജി, പത്തനംതിട്ടയിൽ ആവേശകരമായ ജനപങ്കാളിത്തം ഇത്തവണയും ദൃശ്യമായിരുന്നു.
ബിന്ദു, ദേശീയ നേതാക്കളെ പ്രചാരണത്തിനെത്തിച്ച് പ്രധാന സ്ഥാനാർത്ഥികൾ വാശിയേറിയ പോരാട്ടം നടത്തിയ പത്തനംതിട്ട മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. 2019 74.24% പോളിംഗ് ആയിരുന്നു നടന്നതെങ്കിൽ ഇത്തവണ വൈകിട്ട് 6:05 വരെയുള്ള കണക്കനുസരിച്ച് 61.49% മണ്ഡലത്തിൽ നടന്ന പോളിംഗ്. വോട്ടിംഗ് തുടങ്ങി ആദ്യ മണിക്കൂറിനുള്ളിൽ പല ബൂത്തുകളിലും വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് വോട്ടിംഗ് മന്ദഗതിയിലാവുകയോ കുറച്ചു സമയമെങ്കിലും തടസ്സപ്പെടുകയോ ചെയ്തിരുന്നു. മോക്ക് പോൾ സമയത്ത് മാത്രം ഇത്തരത്തിൽ 47 വോട്ടിംഗ് മെഷീനുകളും പോളിംഗ് സമയത്ത് ഉച്ചയ്ക്ക് 2 വരെയുള്ള കണക്കനുസരിച്ച് 29 മെഷീനുകളും മാറ്റി സ്ഥാപിച്ചിരുന്നു. ജില്ലയിൽ ചില ബൂത്തുകളിൽ വോട്ടർമാരുടെ നല്ല തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും ചില ബൂത്തുകളിൽ തിരക്ക് ഉണ്ടായതേയില്ല. പ്രവാസികൾ ഏറെയുള്ള ജില്ലയിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതലെങ്കിലും പുരുഷ വോട്ടർമാരാണ് വോട്ട് ചെയ്യാനായി കൂടുതലായി എത്തിയത്. നന്ദി ശ്രീജി, വിവരങ്ങൾ പങ്കുവച്ചതിന്. ആലപ്പുഴയിൽ വോട്ടിംഗ് സമയം കഴിഞ്ഞെങ്കിലും നീണ്ട നിരയാണ് പല മണ്ഡലങ്ങളിലും ദൃശ്യമാകുന്നത്. വോട്ട് രേഖപ്പെടുത്താൻ എടുക്കുന്ന സമയം നീളുന്നതാണ് പോളിംഗ് മന്ദഗതിയിലാക്കുന്നത്. ഗ്രാമീണ മേഖലയിലും തീരദേശ മേഖലയിലും പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. 10 കേന്ദ്രങ്ങളിൽ യന്ത്ര തകരാറിനെ തുടർന്ന് അല്പസമയം വോട്ടിംഗ് തടസ്സപ്പെട്ടു. ഇടുക്കിയിലെ ആദിവാസി തോട്ടം മേഖലകളിലും ഗ്രാമങ്ങളിലും തൊടുപുഴ, മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള ലോ റേഞ്ചിലെ ബൂത്തുകളിലും മികച്ച ജനപങ്കാളിത്തമാണ് പ്രകടമായത്. പൊതുവെ സമാധാനപരമായിരുന്നു തെരഞ്ഞെടുപ്പ്. തൊടുപുഴ കരിമണ്ണൂർ ഹോളി ഫാമിലി LP സ്കൂളിലെ 2 ബൂത്തുകളിലും രാജകുമാരി ഖജനാപ്പാറയിലും കള്ളവോട്ട് നടന്നതായി പരാതി ഉയർന്നു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടെടുപ്പ് സുഗമവും സമാധാനപരവുമായിരുന്നു. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഏതാണ്ട് തുല്യ നിലയിലാണ് പോളിംഗ് മുന്നേറിയത്. മണ്ഡലത്തിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതലെങ്കിലും വോട്ടെടുപ്പിൽ പുരുഷന്മാരുടെ പങ്കാളിത്തമാണ് കൂടുതൽ രേഖപ്പെടുത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആവേശകരമായ ത്രികോണ മത്സരം നടന്ന തൃശൂർ ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്താൽ തുടക്കം മുതൽ തന്നെ ജനശ്രദ്ധ നേടിയ മണ്ഡലമാണ്. തൃശൂരിലെയും ചാലക്കുടിയിലെയും തത്സമയ പോളിംഗ് വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ്. ഭരിത, അതിശക്തമായ മത്സരമാണല്ലോ തൃശൂർ മണ്ഡലത്തിൽ നടന്നത്. ഇത്തവണത്തെ പോളിംഗ് നിരക്ക് എന്തു സൂചനയാണ് നൽകുന്നത്? ചാലക്കുടിയിലെ പോളിംഗ് ചിത്രം എന്താണ്? തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ 47% ബൂത്തുകളിൽ പോളിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇതുവരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം പോളിംഗ് പരിശോധിക്കുമ്പോൾ 70.02% തൃശൂരിലെ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചാലക്കുടിയിലേക്ക് വരുമ്പോൾ ഒട്ടും കുറവല്ല, 69.77% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. താരതമ്യേന വളരെ പതുക്കെയാണ് ഓരോ പോളിംഗ് ബൂത്തിലും വോട്ടിംഗ് നടന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അക്ഷമരാകുന്ന ഒരു അവസ്ഥയും നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. വോട്ടിംഗ് മെഷീനിലെ തകരാറും വോട്ടിംഗ് മെഷീനിലെ മെല്ലെ പോക്കും ജനങ്ങളെ നല്ലപോലെ ബുദ്ധിമുട്ടിലാക്കി. ഔദ്യോഗികമായി സമയം അവസാനിച്ചെങ്കിലും വരിയിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ടോക്കൺ നൽകി ഇപ്പോൾ വോട്ട് ചെയ്യാൻ അനുവദിച്ചിരിക്കുകയാണ്. നന്ദി ഭരിത, വിവരങ്ങൾ കൈമാറിയതിന്. മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും ചലച്ചിത്ര നേതാക്കളും ഉൾപ്പെടെയുള്ള പ്രമുഖർ സംസ്ഥാനത്ത് ഇന്ന് വോട്ട് രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി RC അമല സ്കൂളിലാണ് വോട്ട് ചെയ്തത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ, ISRO ചെയർമാൻ S സോമനാഥ് എന്നിവർ തിരുവനന്തപുരത്ത് വോട്ട് രേഖപ്പെടുത്തി. ഇലക്ഷൻ ബ്രാൻഡ് അംബാസിഡറും നടനുമായ ടോവിനോ തോമസ് ഇരിങ്ങാലക്കുടയിലെ ഗേൾസ് സ്കൂളിലും ചലച്ചിത്ര താരം മമ്മൂട്ടി എറണാകുളം പൊന്നുരുണിയിൽ CKC LP സ്കൂളിലും സമ്മതിദാനം രേഖപ്പെടുത്തി. രാജ്യസഭാ MPയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷയുമായ PT ഉഷ പയ്യോളി മേലടി മാപ്പിള LP സ്കൂളിൽ വോട്ട് ചെയ്തു. മലബാർ മേഖലയിലെ പ്രധാന മണ്ഡലങ്ങളാണ് മലപ്പുറവും പൊന്നാനിയും. മലപ്പുറത്ത് പോളിംഗ് 67% പിന്നിട്ടെങ്കിലും പൊന്നാനിയിൽ താരതമ്യേന കുറഞ്ഞ നിരക്കാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു ചേരുന്നു. സുരേഷ്, 2019 തെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ് ആണല്ലോ മലബാർ മേഖലയിൽ രേഖപ്പെടുത്തിയത്. ഇത്തവണത്തെ പോളിംഗ് നിരക്ക് എന്ത് സൂചനയാണ് നൽകുന്നത്? ബിന്ദു, വളരെ ശക്തമായ പ്രചണ്ഡമായ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് 40 ദിവസത്തോളം രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അവരുടെ എല്ലാ ശക്തി ഉപയോഗിച്ച് നടത്തിയിട്ടും അതിനൊരു ഫലം വേണ്ടതിൽ ലഭിച്ചോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 6 മുതൽ 8% വരെ പോളിംഗ് കുറവുള്ള ഒരു കണക്കിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മലപ്പുറത്ത് ഇപ്പോൾ ലഭ്യമായ കണക്കനുസരിച്ച് 68% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊരു പക്ഷേ അവസാന കണക്കുകൾ ചിലയിടങ്ങളിലെല്ലാം ഇപ്പോഴും ക്യൂ തുടരുന്നു, വോട്ടിംഗ് തുടരുന്നു. അങ്ങനെ ആ കണക്ക് കൂടി വരുമ്പോൾ നമുക്കത് ഒരു 72 മുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. എങ്കിലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പോളിംഗിൽ 3-4% ഒരു കുറവ് അവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ മലപ്പുറം നിയമസഭാ മണ്ഡലം, കൊണ്ടോട്ടി നിയമസഭാ മണ്ഡലം എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ തന്നെ പോളിംഗ് ശതമാനം 70 മുകളിലേക്ക് കടന്നിട്ടുണ്ട്. നന്ദി വിവരങ്ങൾ കൈമാറിയതിന്. ഏറ്റവും ഒടുവിലത്തെ വിവരം ലഭിക്കുമ്പോൾ കണ്ണൂർ ലോക്സഭാ മണ്ഡലം വോട്ടിംഗ് ശതമാനത്തിൽ മുന്നിൽ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കണ്ണൂർ മണ്ഡലത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നത്. 83.28% പേരാണ് 2019 വോട്ട് രേഖപ്പെടുത്തിയത്. ഇത്തവണ മണ്ഡലത്തിലെ മട്ടന്നൂർ, തളിപ്പറമ്പ്, ഇരിക്കൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ ഉയർന്ന പോളിംഗ് ശതമാനമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്.
കണ്ണൂർ മാടായി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിൽ വോട്ടിംഗ് യന്ത്രത്തിൽ കൈപ്പത്തി ചിഹ്നം തെളിയാത്തതിനാൽ യന്ത്രം മാറ്റി. ഇതേ തുടർന്ന് അരമണിക്കൂർ വൈകിയാണ് വോട്ടെടുപ്പ് തുടങ്ങിയത്. മാട്ടൂൽ മുനീർ സ്കൂളിലെ ബൂത്തിൽ യന്ത്രത്തകരാർ കാരണം അരമണിക്കൂർ വോട്ടെടുപ്പ് തടസ്സപ്പെട്ടെങ്കിലും യന്ത്രത്തകരാർ പരിഹരിച്ച് വോട്ടെടുപ്പ് തുടർന്നു. കോഴിക്കോട് നാദാപുരം നിയമസഭാ മണ്ഡലത്തിലെ 61, 162 പോളിംഗ് സ്റ്റേഷനുകളിലെ പ്രിസൈഡിംഗ് ഓഫീസർമാരെ മാറ്റിയതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. ഓപ്പൺ വോട്ട് മാർഗനിർദ്ദേശങ്ങളിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് നടപടി. കർണാടക, രാജസ്ഥാൻ തുടങ്ങി 12 സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലെയും 88 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. 28 ലോക്സഭാ സീറ്റുകളുള്ള കർണാടകയിൽ 14 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം ഇവിടെ 63.9% പോളിംഗ് രേഖപ്പെടുത്തി. 13 മണ്ഡലങ്ങൾ ജനവിധി എഴുതുന്ന രാജസ്ഥാനിൽ 59.19% ഇതുവരെയുള്ള പോളിംഗ്. മഹാരാഷ്ട്രയിൽ 53.51%, ഉത്തർപ്രദേശിൽ 52.74% പോളിംഗ് നിരക്ക്. മധ്യപ്രദേശിലെ 6 മണ്ഡലങ്ങളിൽ 54.83%, ബീഹാറിൽ 53.03%, ഛത്തീസ്ഗഡിൽ 72.13%, പശ്ചിമബംഗാളിൽ 71.84% പേർ വോട്ടിംഗ് രേഖപ്പെടുത്തി. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകാശ്മീരിലെ ജമ്മു മണ്ഡലത്തിൽ 67.22% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പ്രമുഖരായ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്താൽ ദേശീയ ശ്രദ്ധ നേടിയ മണ്ഡലമാണ് വയനാട്. രാഹുൽ ഗാന്ധി, ആനി രാജ എന്നീ ദേശീയ നേതാക്കൾക്കൊപ്പം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കൂടി സ്ഥാനാർത്ഥിയായി എത്തിയതോടെ മണ്ഡലത്തിൽ പോരാട്ടത്തിന് കടുപ്പമേറി. തത്സമയ വിവരങ്ങളുമായി ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്. അരുൺ, പ്രമുഖ സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യം വയനാട് മണ്ഡലത്തിൽ വോട്ടെടുപ്പിനെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? ബിന്ദു, രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായതോടെ ദേശീയ ആകർഷണ മണ്ഡലത്തിൽ CPI ദേശീയ നേതാവ് ആനി രാജയും BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും മത്സരത്തിലൂടെ ത്രികോണ മത്സരമാണ് വയനാട് നടന്നത്. കഴിഞ്ഞ തവണ ഏകപക്ഷീയ വിജയമായിരുന്നു രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതെങ്കിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് ചിത്രം പാടെ മാറി. ശരിക്കും ത്രികോണ മത്സരമാണ് വയനാട് നടന്നത്. ഒപ്പം പ്രചാരണത്തിനായി എല്ലാ പാർട്ടികളുടെ ദേശീയ നേതാക്കളടക്കം ജില്ലയിൽ എത്തുകയും ചെയ്തിരുന്നു. ദേശീയ നേതാക്കൾ സ്ഥാനാർത്ഥിയായി എന്നതിലുപരി ഇത്തവണ വയനാട്ടിലെ അടിസ്ഥാന പ്രശ്നങ്ങളാണ് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായതും. ദേശീയ ആകർഷണ മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്നത് പ്രവചനാതീതമാണ്. ജില്ലയിൽ ഇതുവരെ 71% വോട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തികച്ചും സമാധാനപരമായ തെരഞ്ഞെടുപ്പാണ് നടന്നത്. ആദിവാസി മേഖലയായ തിരുനെല്ലിയിലും മാവോയിസ്റ്റ് വീതിയുള്ള കൈതക്കൊല്ലിയിലും കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തിയത്. നന്ദി. 5ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. 49 മണ്ഡലങ്ങളിലാണ് മെയ് 20-ന് 5ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അടുത്ത മാസം 3 വരെ പത്രിക സമർപ്പിക്കാൻ സമയമുണ്ട്. ഉത്തർപ്രദേശിലെ 14, മധ്യപ്രദേശിലെ 13 മണ്ഡലങ്ങൾ ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിലും ജമ്മുകശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് 5ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വിവരങ്ങൾ VVPAT സ്ലിപ്പുകളുമായി 100% ഒത്തുനോക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി തള്ളി. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന, ദീപാങ്കർ ദത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് തീരുമാനം. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ച വിവരങ്ങൾ കണക്കിലെടുത്താണ് ഉത്തരവ്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30-ന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിലാണ് മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ കൊൽക്കത്ത 2ാമതും പഞ്ചാബ് 9ാം സ്ഥാനത്തുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് നടന്നു. 6-10 വരെയുള്ള കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് 67.27% പോളിംഗ്. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം, വിജയപ്രതീക്ഷ പങ്കുവച്ച് പ്രമുഖ നേതാക്കൾ. ഇന്ന് വോട്ടെടുപ്പ് നടന്നത് കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീരിലെയും 88 മണ്ഡലങ്ങളിൽ. കർണാടകയിൽ 5 മണിവരെ രേഖപ്പെടുത്തിയത് 63.9% പോളിംഗ്. 5ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.